ആട് അങ്ങാടി പോയി വരുന്ന മാതിരി ജുമക്ക് പോയിട്ട് വല്ല കാര്യമുണ്ടോ? അവിടെ പറയണ വല്ലതും മനസ്സിലാണ്ടേ എന്നാണ് നല്ലൊരു ചങ്ങായി കമന്റ് ഇട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കഴിഞ്ഞ വീഡിയോ കണ്ട ആൾക്കാർക്ക് കൂടുതൽ പെർസ്പെക്റ്റീവ് ലഭിക്കാനും ചിന്തിക്കാനുള്ള ഒരു വീഡിയോ ആണിത്. ഇൻഷാ അല്ലാഹ്. ജുമുഅ ഖുതുബയെ കേവലം ഒരു പ്രസംഗം അല്ലെങ്കിൽ ഒരു ഉപദേശമായി കാണുന്നതുകൊണ്ട് ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുന്നത്. അത് അങ്ങനെയല്ല എന്ന് ജുമുഅ ഖുതുബയുടെ വാലിഡിറ്റിയുടെ കണ്ടീഷൻസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, നമുക്കറിയാം നിസ്കരിക്കാൻ റിച്വൽ ഇമ്പ്യൂരിറ്റീസ് നമ്മൾ ഫ്രീ ആണ്. അതായത് വലിയ ശുദ്ധി പാടില്ല, ചെറിയ ശുദ്ധി പാടില്ല, നജസ് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത്. ഇതുപോലെ തന്നെ റിച്വൽ ഇമ്പ്യൂരിറ്റീസിന് ഫ്രീ ആയാൽ മാത്രമേ ഒരാൾക്ക് ജുമുഅ ഖുതുബ നിർവഹിക്കാൻ പറ്റുള്ളൂ. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി ഇത് കേവലം ഒരു പ്രസംഗമല്ല, മറിച്ച് ഇതൊരു റിച്വലാണ്, ഇതൊരു ഇബാദത്താണ് എന്നുള്ളത്. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തിന് തൊട്ടുടനെ തന്നെ അനറബി ദേശങ്ങൾ, നോൺ അറബ് ലാൻഡ്സിൽ സ്വഹാബത്ത് എത്തുന്നു, അവിടെ ഇസ്ലാം സെറ്റ് ചെയ്യുന്നു, അവിടെ ഖുതുബ തുടങ്ങുന്നു, എല്ലാം അറബിയിൽ. ലോക്കൽ ഗ്രോൺ ആയിട്ടുള്ള സ്കോളേഴ്സ് വരുന്നു, അറബിയും അറിയാം, ലോക്കൽ ഭാഷകളും അറിയാം, അവരും അറബി ഖുതുബയിൽ നടത്തുന്നു. അപ്പൊ ജനങ്ങൾക്കിത് മനസ്സിലാകണം, അതായത് ജനങ്ങൾക്ക് മനസ്സിലാകണം എന്നുള്ളതാണ് ഇതിന്റെ പ്രൈമറി കൺസേൺ എങ്കിൽ ഇവർ ഈ ഭാഷ മാറ്റുമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഇവർക്ക് ഇത് മനസ്സിലായില്ല, ഈ ആൾക്കാർക്ക് മനസ്സിലായ ലോജിക്ക് ഇവർക്ക് മനസ്സിലായില്ല എന്ന്. മാത്രമല്ല, സാധാരണക്കാരായിട്ടുള്ള അറബി ഖുതുബ നിർവഹിക്കപ്പെടുന്ന പള്ളിയിൽ ജുമക്ക് പോകുന്ന ആൾക്കാരെ കളിയാക്കാൻ ഉപയോഗിക്കുന്ന ആട് അങ്ങാടി പോണ മാതിരി എന്ന് പറയുമല്ലോ മനുഷ്യരെ പറ്റിയിട്ട്, അത് നിങ്ങൾ സ്വഹാബത്തും താബീങ്ങളും വളർത്തിയെടുത്ത ആദ്യകാല സലഫിന്റെ നൂറ്റാണ്ടുകളെ പറ്റിയും കൂടിയാണ് നിങ്ങൾ കളിയാക്കുന്നത് എന്ന് ഓർത്താൽ നല്ലത്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഒരു ലോജിക്കൽ പ്രശ്നം വേറുണ്ട്, ഈ മെത്തഡോളജിക്കൽ പ്രശ്നം. കാരണം ഇത് പറഞ്ഞ സമയത്ത് കുറെ ആൾക്കാർ പറഞ്ഞു, അപ്പൊ നബിദിനം ഈ ലോജിക്ക് വെച്ച് നോക്കുമ്പോൾ പ്രശ്നമാണല്ലോ എന്ന്. പക്ഷേ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം ക്രൈസിസ് ഇല്ല. കാരണം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് കൃത്യമായിട്ട് കൺസെപ്ച്വൽ ഫ്രെയിം വർക്ക് ഉണ്ട്. ബിദ്അത്ത് എന്താണ്, ബിദ്അ ഹസന സയ്യ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൺസെപ്ച്വൽ ഫ്രെയിം വർക്ക് ഉണ്ട്. അപ്പോൾ അത് നബിദിനം എന്താണ്, ഇതിൽ ഏത് കാറ്റഗറിയിലാണ് പെടുക എന്നുള്ളത് ഉലമാക്കൾ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ബിദ്അത്ത് ഹസനയാണ്, നല്ലതാണ്, ചെയ്ത കൂലി കിട്ടുന്നതാണ് എന്ന്. എന്നാൽ കുല്ലു ബിദ്അത്തിൻ ളലാല കുല്ലു ളലാലത്തിൻ ഫിന്നാർ എന്ന് പറയുകയും അതിനെ കൃത്യമായിട്ട് മനസ്സിലാകാത്ത ആൾക്കാരുണ്ട്. എല്ലാ ബിദ്അത്തും നരകത്തേക്കാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഇബാദത്തായി പഠിപ്പിച്ച ഒരു സാധനത്തിന്റെ ഭാഷ ഭാഗികമായോ പൂർണ്ണമായോ മാറ്റുക എന്ന് പറഞ്ഞിട്ടുള്ള ബിദ്അത്ത് ചെയ്യുന്ന അതേ ആൾക്കാരാണ് ഇത് പറഞ്ഞു നടക്കുന്നത് എന്നുള്ളത് ഒരു വിരോധാഭാസമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും മനസ്സിലാക്കാനും ഇനി എന്തെങ്കിലും സാഹചര്യങ്ങൾ ചെയ്യണമെങ്കിൽ തന്നെ ഇതിനൊക്കെയുള്ള ടൂൾസും മെത്തഡോളജിയും കൺസെപ്ച്വൽ ഫ്രെയിംവർക്കും ആകെയുള്ളത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനാണ്. സോ മർഹബ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലേക്ക് വരിക, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതരുടെ കൂടെ നിൽക്കുക, ഈ സ്യൂഡോ ഫ്രെയിംവർക്കിൽ നിന്ന് പുറത്തു കടക്കുക, ശരിയായ രീതിയിൽ ചിന്തിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.